ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. ഇതിലിപ്പോൾ വലിയ പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയില്ല. എന്നാലും ചില കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുന്നില്ല, എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നമുക്ക് തീർക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് എടുക്കേണ്ട ഉരുളക്കിഴങ്ങ് ഏതൊക്കെ രീതിയിലാണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്തൊക്കെ വിധത്തിലുള്ള ഉരുളക്കിഴങ്ങ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നിങ്ങളും മാർക്കറ്റിൽ പല തരത്തിലുള്ള ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുണ്ടാവും, പല കളറിലുള്ള ഉരുളക്കിഴങ്ങ്, തൊലിയുടെ കളറ് പലതും ഉള്ളത് കണ്ടിട്ടുണ്ടാവും. പേർപ്പിൾ ഉണ്ടാവും, അതേമാതിരി തന്നെ ബ്ലാക്ക് കണ്ടിട്ടുണ്ടാവും, അതേമാതിരി തന്നെ എന്താണ് പറയുക, ഓറഞ്ച് പോലെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ളതാണ് കാണുന്നത്. ഓക്കെ, 3 തരത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് കിട്ടാറുള്ളത് നാട്ടിലാണെങ്കിലും. വളരെ ക്ലീൻ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലുള്ള ചൈന പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ചിപ്സിനൊക്കെ യൂസ് ചെയ്യാം. രണ്ടാമത്തത് സ്റ്റാർച്ച് പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടൂനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതാണ് മഡ് പൊട്ടാറ്റോ എന്ന് പറയുന്ന സമയത്ത് നന്നായിട്ട് അതിൽ ഇങ്ങനെ നന്നായിട്ട് മണ്ണ് പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ കളറ് തന്നെ എത്ര നിങ്ങൾ ചെയ്താലും അതിൻ്റെ കളറ് തന്നെ നല്ല മണ്ണിൻ്റെ കളറായിരിക്കും. ഓക്കെ, മണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ച പോലെ ഉണ്ടാവും. ആ മഡ് പൊട്ടാറ്റോ പോലുള്ളതൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്കൊക്കെ സൂപ്പറായിരിക്കുക. അതിൻ്റെ തൊലിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകുക. എന്താ വെച്ചാൽ മണ്ണിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ക്യൂബ്സ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഈവൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക, എന്നാലേ വേവ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനിയാണ് പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകുക പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെക്കുക. അതവിടെ വാർത്തിരിക്കട്ടെ. ഇനി നമ്മൾ ചീഞ്ചട്ടിയിൽ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേമാതിരി തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ആൻഡ് ഉപ്പ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓൾട്ടറേഷൻ വരുത്താം. ചിക്കൻ മസാല ഇടാം, സാമ്പാർ ഇടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താം. ഇതൊരു കോമൺ ആയിട്ടുള്ള രീതിയിൽ പറയണമെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല. നേരിട്ട് ആ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്യൂബായിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുക. ഇനിയാണ് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൃത്യം 10 മിനിറ്റ് കണക്കിൽ വെച്ചോളൂ. 10 മിനിറ്റ് വെക്കുക, തുറക്കുക. ഇനി നിങ്ങൾക്ക് എത്ര മൊരിയണം എന്നുള്ളത് അടയ്ക്കാതെ മൊരിയിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മൊരിയിച്ചെടുക്കുക. ഇതിപ്പോൾ മോരും ചോറിനും ആയതുകൊണ്ട് ഈ 10 മിനിറ്റ് ഉള്ളത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. അതുകൊണ്ട് ഇതുപോലെ തന്നെ എടുക്കുക. ഇനി നന്നായിട്ട് മൊരിഞ്ഞ് കഴിക്കണവരുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ മോരും ചോറും അല്ലാതെ നമ്മൾ എന്താണ് പറയുക, ലെമൺ റൈസ്, കോക്കനട്ട് റൈസ്, അതേമാതിരി തക്കാളിച്ചോറ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി മൊരിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ച് മൊരിയിക്കുക, പിന്നെ അടച്ചു വയ്ക്കരുത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില പൊടി, അതേമാതിരി തന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, കുറച്ച് മോര്, ഇതും കൂടി ആക്കിയിട്ട് എൻ്റെ മനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇത് പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പോൾ വരൂ കഴിക്കാം. മോര്, ചോറ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, കുറച്ച് കറിവേപ്പില പൊടി. ഓഹോ, മനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം. സൂപ്പർ. വളരെ സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരി. Amazing. ഞാനിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye bye.